മലയാളി പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിൽ ചിരിയുടെ പൊൻവെളിച്ചം നിറച്ച കലാഭവൻ നവാസ് എന്ന അതുല്യ കലാകാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. മിമിക്രി വേദികളിൽ നിന്ന് മിനി സ്ക്രീനിലേക്കും അവിടെ നിന്ന് വെള്ളിത്തിരയിലേക്കും അനായാസം കടന്നു വന്ന നവാസ് ഇടയ്ക്ക് ഒരിടവേള എടുത്ത് വീണ്ടും സജീവമാകുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി മരണത്തിന് കീഴടങ്ങിയത്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ കേരളം ഒന്നടങ്കം ദുഃഖത്തിലാണ്ടപ്പോൾ പ്രിയ താരത്തിന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടുള്ള പഴയ അഭിമുഖങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഭാര്യയും അഭിനേത്രിയുമായ രഹ്നയും നവാസും അതിഥികളായെത്തിയ ഒരു അഭിമുഖത്തിൽ രഹ്നയുടെ വാക്കുകൾ ഇപ്പോൾ പലരുടെയും ഓർമ്മകളിൽ തങ്ങി നിൽക്കുകയാണ്. ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള ഉറക്കം രഹ്നയ്ക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ലെന്ന് ആ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് നവാസ് ഉറങ്ങുമ്പോൾ താൻ അദ്ദേഹത്തെ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നെന്ന് ചിരിയോടെ രഹ്ന പറയുന്നു. എന്തിനാണ് പകൽ സമയം ഉറങ്ങുന്നതെന്നാണ് മനസ്സിൽ തോന്നുക. മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം കിടന്നുറങ്ങാമല്ലോ, ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും സംസാരിച്ചിരിക്കാമല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുക. രഹ്നയുടെ ഈ വാക്കുകൾ അവരുടെ ജീവിതത്തോടുള്ള പോസിറ്റീവ് മനോഭാവത്തെയാണ് എടുത്തു കാണിക്കുന്നത്. രഹ്നയുടെ പോസിറ്റീവായതും നെഗറ്റീവായതുമായ കാര്യങ്ങളെക്കുറിച്ച് അവതാരകൻ നവാസിനോട് ചോദിച്ചപ്പോഴാണ് ഈ ഉറക്കത്തെക്കുറിച്ചുള്ള രസകരമായ സംഭാഷണം ഇരുവരും പങ്കുവച്ചത്. രസകരമായ ഈ തർക്കം അവരുടെ സ്നേഹബന്ധത്തിന്റെ നേർചിത്രമായിരുന്നു. രഹ്ന ഒരു കഠിനാധ്വാനിയാണെന്നും എപ്പോഴും ജോലിയെടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെന്നും നവാസ് പറഞ്ഞു. അതാണ് അവളുടെ പ്ലസ് പോയിന്റ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഉച്ചയ്ക്ക് ഉറങ്ങുന്നവരെ തോണ്ടി വിളിച്ച് ശല്യപ്പെടുത്തും, അത് തനിക്ക് ഇഷ്ടമല്ല, നവാസ് ചിരിച്ചുകൊണ്ട് പറയുന്നു. ദേഷ്യത്തോടെ നോക്കിയാൽ പോലും അവൾ അത് കാര്യമാക്കില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. വിവാഹത്തിന് മുൻപ് തന്റെ സഹോദരിയും ഉമ്മയും ഉറങ്ങുമ്പോൾ ഇതേപോലെ ശല്യപ്പെടുത്തുമായിരുന്നുവെന്നും വിവാഹശേഷം തന്റെ ഇര നവാസ് ആയെന്നും രഹ്ന അഭിമുഖത്തിൽ തമാശയോടെ പറയുന്നുണ്ട്. തങ്ങളുടെ 3 മക്കളും പകൽ ഉറങ്ങുന്ന ശീലമില്ലാത്തവരാണെന്നും അതിന് താൻ സമ്മതിക്കാറില്ലെന്നും രഹ്ന കൂട്ടിച്ചേർത്തു. ഈ ചെറിയ തമാശകളും കുസൃതികളും നിറഞ്ഞ നിമിഷങ്ങൾ അവരുടെ ദാമ്പത്യത്തിലെ ഊഷ്മളതയും പരസ്പര സ്നേഹവും വ്യക്തമാക്കുന്നതായിരുന്നു. കലാരംഗത്ത് സജീവമായിരുന്ന നവാസിന്റെ കുടുംബം സിനിമാ പശ്ചാത്തലമുള്ളതായിരുന്നു. പിതാവും ഭാര്യയും സഹോദരനും സിനിമാ താരങ്ങളാണ്. കലാരംഗത്ത് സജീവമായി നിൽക്കുമ്പോഴായിരുന്നു നവാസിന്റെയും രഹ്നയുടെയും വിവാഹം. ഒരു പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും. 2002 വിവാഹിതരായ ഇരുവരും തങ്ങളുടെ പ്രണയകഥയെക്കുറിച്ച് ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു. നാട്ടിൽ വെച്ചുള്ള ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ വെച്ചാണ് രണ്ടാളും ആദ്യമായി കണ്ടുമുട്ടുന്നത്. രഹ്ന ഓർത്തെടുത്തു. അന്ന് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വ്യത്യസ്തമായ സ്വഭാവമായിരുന്നു അദ്ദേഹത്തിന്. അന്നത്തെ പരിപാടിയുടെ സംവിധായകൻ നവാസിക്കയായിരുന്നു. രഹ്നയുടെ ആദ്യത്തെ ഇനം ഒരു രംഗപൂജ ഡാൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പാട്ടും അതിനുശേഷം ഒരു സ്കിറ്റും ഉണ്ടായിരുന്നു. അതുവരെ സ്കിറ്റിലൊന്നും അഭിനയിച്ചിട്ടില്ലാത്ത രഹ്നയ്ക്ക് പാട്ട് കഴിഞ്ഞ ഉടൻ തന്നെ സ്കിറ്റിന്റെ വേദിയിൽ കയറേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ഡാൻസിന്റെ കോസ്റ്റ്യൂം ഓരോന്നായി അഴിക്കാൻ സമയം വേണ്ടി വന്നു. 9 ഡാൻസൊക്കെ അടുപ്പിച്ച് ചെയ്യുന്ന ആളാണ് ഞാൻ. ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ചാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഡാൻസിന്റെ വസ്ത്രം ഊരാൻ നോക്കിയപ്പോൾ കുടുങ്ങിപ്പോയി, രഹ്ന പറയുകയുണ്ടായി. അന്ന് അവിടെ ഉണ്ടായിരുന്ന കൽപ്പന ചേച്ചി ഗർഭിണിയായിരുന്നു. നിറവയറുമായി നിന്നിട്ടും രഹ്നയെ സഹായിക്കാൻ ഓടി വന്നു. രഹ്നയുടെ അവസ്ഥ കണ്ട് എവിടെ നിന്നോ ബ്ലേഡ് കൊണ്ടുവന്ന് വസ്ത്രം കീറി നൽകി. അപ്പോഴേക്കും സ്റ്റേജിൽ കയറാൻ സമയമായിരുന്നു. നായകനും നായികയും മാത്രമുള്ള സ്കിറ്റായിരുന്നു അത്. സുധീഷേട്ടൻ വേദിയിൽ കയറിയെങ്കിലും നായികയായ രഹ്ന മാത്രം വരുന്നില്ല. അതോടെ അവിടെയൊക്കെ പ്രശ്നമായി തുടങ്ങി. ഈ നായികയെ എടുക്കേണ്ടായിരുന്നു. ഭയങ്കര ജാടയാണെന്ന് തന്നെക്കുറിച്ച് നവാസിക പറയുന്നത് താൻ കേട്ടെന്നും രഹ്ന ഓർക്കുന്നു. പിന്നെ ഡ്രസ്സ് മാത്രം ഇട്ടിട്ട് ഓടി സ്റ്റേജിലേക്ക് കയറാൻ പോവുകയായിരുന്നു. ഈ സമയത്ത് നവാസിക ദേഷ്യപ്പെട്ട് ചീത്ത പറയുന്നുണ്ടായിരുന്നു. തിരക്കിട്ട് ഓടുന്നത് കൊണ്ട് രഹ്നയുടെ ചെവി മൊത്തം അടഞ്ഞു. നവാസിക്കയുടെ ഭാവങ്ങൾ മാത്രമേ അവർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. അതായിരുന്നു ഞങ്ങളുടെ ആദ്യ കാഴ്ച, രഹ്ന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും ആദ്യം പൂവ് കൊടുക്കുമ്പോൾ ഞാൻ ചീത്തയാണ് പറഞ്ഞതെന്ന് നവാസും തമാശയോടെ സൂചിപ്പിച്ചു. രസകരമായ ഈ ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും വേർപിരിഞ്ഞു. പിന്നീട് രഹ്നയ്ക്കൊപ്പം താൻ സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നും നവാസ് പറഞ്ഞു. ഇതിനിടെ നവാസിന്റെ വീട്ടിൽ വിവാഹാലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു. കലാകുടുംബമായതിനാൽ ഇരുവരുടെയും കുടുംബങ്ങൾക്ക് പരസ്പരം അറിയാമായിരുന്നു. അങ്ങനെ വീട്ടിൽ സംസാരിച്ച് 3 വർഷത്തിന് ശേഷമാണ് ഇരുവരുടെയും വിവാഹം നടന്നതെന്നും നവാസ് ഓർമ്മിപ്പിച്ചു. കലാരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ലാളിത്യവും സ്നേഹവും നിറഞ്ഞ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു കലാഭവൻ നവാസ്. മലയാളികളുടെ മനസ്സിൽ എന്നും ഒരു പ്രിയപ്പെട്ട ഓർമ്മയായി അദ്ദേഹം ജീവിക്കും. അദ്ദേഹത്തിന്റെ ചിരിയും കലാപരമായ സംഭാവനകളും എന്നും സ്മരിക്കപ്പെടുകയും ചെയ്യും.